എന്തു പറ്റി രഘു? ഞങ്ങൾ ഇപ്പോഴാ അറിഞ്ഞത്. എനിക്ക് അറിയത്തില്ല ചേട്ടാ. നീ ആരാടാ നീ? ഈ സജുവിനെ നിയമം പഠിച്ചിട്ടേ നീ ഇവിടുത്തെ പുറത്തു പോ. പോലീസ് എന്താണെന്ന് നീ അറിയും. നിന്നെ ഞാൻ അറിയിക്കും. തീർന്നിട്ടില്ലടാ, ബാക്കി വന്നിട്ട് വച്ചിട്ടുണ്ടടാ. എന്നാലും എന്തെങ്കിലും കാരണം വേണ്ടേ? വെറുതെ ഒരാളെ പിടിച്ച് തല്ലിച്ചതക്കിയ ഇതെന്താ വെള്ളരിക്കാ പട്ടണോ? പട്ടണമൊന്നും മാറിയിട്ടില്ല, പക്ഷേ നീതിയും നിയമവും ഇല്ലാതായി. നിങ്ങളിരിക്കെ ഞാനിതറിഞ്ഞ് അപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നു. ചൂടുവെള്ളം ഇട്ടു കൊടുക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടേ? അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കുകയുമില്ല. നേരത്തും കാലത്തും കെട്ടിയിരുന്നെങ്കിൽ ചേട്ടനീ പാടുവല്ലതും ഉണ്ടായിരുന്നോ രഘു? ഇതെന്താ കാര്യമെന്നറിയണ്ടേ? അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? പറ രഘുണ്ണ, എന്താ ഉണ്ടായത്? കിട്ടിയതും വെച്ചോണ്ടിരിക്കുക അല്ലാതെ നമ്മളൊക്കെ വിചാരിച്ച വല്ലതും നടക്കുമോ? അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? അന്യായമായാൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം. അത് പോലീസല്ല, ആരായാലും. അതുകൊണ്ടാ രഘു കാരണം എന്താണെന്ന് ചോദിച്ചത്. ഒരു കാര്യമില്ല ഏട്ടാ. രാവിലെ മൈഗ്രെയിൻ സഹിക്കാൻ വയ്യാഞ്ഞ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളികയും വാങ്ങി ഓട്ടോ എടുക്കാൻ തുടങ്ങുമ്പോൾ ബുള്ളറ്റിൽ ഒരാൾ വന്ന് ഓട്ടോയുടെ മുമ്പിൽ നിർത്തി ഇറങ്ങി. ഞാനിപ്പോൾ ഹോൺ അടിച്ചു. തിരിഞ്ഞു നോക്കി അദ്ദേഹത്തോട് വണ്ടി ഒന്ന് മാറ്റിത്തരാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തു. പുറകിലൊരു വണ്ടി കിടക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു. എനിക്ക് അയാൾ SI ആയിരുന്നു അറിയില്ലായിരുന്നു. ഞാൻ വീണ്ടും ഹോൺ അടിച്ചത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓടി ഒന്ന് കുറെ ചീത്തം വിളിച്ച് താക്കോൽ ഊരിയെടുത്ത് ഒരു പോക്ക്. എന്നിട്ട് സ്റ്റേഷനിൽ ചെന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ കണ്ടപാടെ 2 കൈ ഒരുമിച്ച് ചെവിക്കല് പൊട്ടിപ്പോയി. പൊന്നീച്ച പറന്നു എന്നല്ല, ആ സ്റ്റേഷൻ മുഴുവൻ എന്റെ ചുറ്റും കറങ്ങുന്ന പോലെ തോന്നി. പിന്നെ അവിടെ ഒരു മുറി കൊണ്ടുപോയി എന്നെ തളനും വരെ തല്ലി. രഘുണ്ണ, നിങ്ങൾ മറ്റേ ഓട്ടോക്കാരെ കൂടെ വിളിക്കാതെന്ത്? അവരും കൂടി വരില്ലായിരുന്നോ? അതെ, നീ ഒറ്റയ്ക്ക് നിന്ന് കയറേണ്ട ആവശ്യമല്ല ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ വിളിക്കാമായിരുന്നില്ലേ? അപ്പോഴതൊന്നും ഓർത്തില്ല. പിന്നെ ഞാനൊരു യൂണിയനും ഇല്ലാത്തോണ്ട് അവരാരും വിളിച്ചാലും വരില്ല. ഓൺലൈൻ ബുക്കിംഗാ ഞാൻ ഓടുന്നത്. ഏതാ SI? എന്താ അയാളുടെ പേര്? ഏതോ ഒരു സജു എന്നാ പേര്. 3-4 മാസമായല്ലോ അവിടെ ചാർജ് എടുത്തിട്ട്. അതവിടെ പറയുന്നത് കേട്ടു. പിന്നെപ്പോഴാണ് അണ്ണനെ വിട്ടത്? സർക്കിൾ വന്നപ്പോ. ചേട്ടൻ പാർട്ടിക്കാരെ കണ്ടത് പറയാത്തത്? നിങ്ങൾ പഴയ പാർട്ടിക്കാരനല്ലേ? ആ പാർട്ടിയൊക്കെ എന്നേ ചത്തു. ഇത് പുതിയ കുപ്പിയും പുതിയ വീഞ്ഞുമാ.
ഇത് നമുക്ക് ദഹിക്കില്ല. ആദർശത്തിന് ആട്ടും കാട്ടത്തിൻ്റെ വില പോലുമില്ല. എങ്കിലും ഇവനെ ഓർത്ത് ഞാൻ മെമ്പറെ വിളിച്ചിരുന്നു. ആവശ്യം വരുമ്പോൾ മതിയോ പാർട്ടി എന്ന് മറു ചോദ്യം. ഞാൻ ഫോണങ്ങ് വെച്ചു. എന്തായാലും കിട്ടിയത് കിട്ടി, വെച്ചനുഭവിക്കുക, അല്ലാതെ എന്തു ചെയ്യും? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ ചേട്ടാ. നമുക്കെന്തെങ്കിലും വഴി നോക്കാം. ആളും സ്വാധീനവും പണവും ഇല്ലാത്തവർക്കും ഈ ലോകത്ത് ജീവിക്കണമല്ലോ. നമുക്ക് വേറെ വഴി നോക്കാൻ രഘു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരിയെന്നാ. അയ്യോ, രാഘവേട്ടാ, അയാൾ വലിയ കുഴപ്പക്കാരനാണെന്നാണ് അറിയുന്നത്. ചാർജ് എടുത്ത അന്നു മുതൽ അയാൾക്കെതിരെ പരാതികളാണ്. സർക്കിള് തന്നെ സഹികെട്ടിരിക്കുകയാണ്. എല്ലാ പാർട്ടി നേതാക്കളുമായും അയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. ഏത് ഭരണം വന്നാലും അയാൾ സേഫാണ്. അയാളെ പേടിയാണ് എല്ലാവർക്കും. കേസും പരാതിയും കൊടുത്ത് ഒന്നും ചെയ്യാൻ നമുക്കാവില്ല. വേറെ എന്തെങ്കിലും വഴി നോക്കുന്നതാ നല്ലത്. ആ ശരി ശരത്തെ. തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ടാ ഇങ്ങനെ വേണ്ടി വന്നത്. സ്വന്തം ചോരയിട്ട് വീഴുമ്പോ തന്തയാണെങ്കിൽ വേദനിക്കും. നിങ്ങളെപ്പോലെ എല്ലാവരെയും ചവിട്ടി തേച്ച് നടക്കുന്നവർക്കിടയിൽ നമ്മളെ പോലെയുള്ള സാധുക്കൾക്കും ജീവിക്കണ്ടേ സാറേ? ഭരണഘടന പറയുന്ന പ്രിവിലേജ് എന്നൊരു വിഭാഗമില്ലേ? നമ്മളും അതിൽ ഉൾപ്പെടും സാറേ. നിങ്ങളെ പോലെയുള്ളവരെ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് കഷ്ടമാണ് കേട്ടോ സാറേ. എന്ന് കരുതി ഇനി ഇതിന്റെ പേരിൽ സാറിന് വലിയ പിടിപാടിറക്കാനൊന്നും പോകണ്ട. മോനെ രാവിലെ വീട്ടിലെത്തിക്കും. പക്ഷേ താനവിടെ വരണം. എസ് ഐ ആയല്ല, ഇവന്റെ തന്തയായി. കഴിക്കുക മോനെ. മോൻ ആവശ്യമുള്ളത് കഴിക്കുക. മോന് പേടി തോന്നിയോ മോനെ ഞങ്ങൾ തട്ടിക്കൊണ്ടുവന്നപ്പോ? ആദ്യം ഒന്ന് പേടിച്ചുപോയി. പക്ഷെ ആ അങ്കിളുടെ മുതുകിലെ പാട് കണ്ടപ്പോൾ അച്ഛനാണ് ഇതൊക്കെ ചെയ്തെന്നറിഞ്ഞ് സോറി അങ്കിളെ. മോൻ കഴിക്കേ. രാവിലെ തന്നെ അമ്മയുടെ അടുത്ത് എത്തിക്കേ കേട്ടോ. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ കുത്തിക്കഴപ്പ് കാട്ടുന്ന സജുവിനെ പോലുള്ളവരെ നിലയ്ക്ക് നിർത്താൻ ഇതുപോലുള്ള സ്ട്രോങ് മക്കളുണ്ടായാൽ മതി, അല്ലേ ഏട്ടാ? അതെ അതെ. കുടുംബം കൂടെ ഇല്ലെന്ന് കണ്ട നെറുകേട് കാണിക്കാൻ ഏതവനും അല്പം മടിക്കും. അങ്കിളെ ആ ഫോൺ ഒന്ന് തരാമോ? അതിനെന്താ മോനെ, ദാ മോ അമ്മയെ വിളിക്കും. അമ്മേ, മോനെ, വേറെ വഴിയില്ലാത്തോണ്ടാ മാഡം ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാ പോലീസിനോടല്ലേ ഞങ്ങൾ പറയേണ്ടത്? ആ പോലീസ് തന്നെ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ആരോട് പറയും?
ദേ നിങ്ങളൊന്ന് നിന്നേ. നിങ്ങളിത് എത്ര തവണയായി? എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്താ? എന്റെ അച്ഛനും ഒരു പോലീസുകാരനായിരുന്നു. ആരിൽ നിന്നും ഒരു പരാതിയും കേൾപ്പിക്കാതെ മാന്യമായിട്ട് ജോലി ചെയ്ത് തന്നെയാ ഞങ്ങളെ 3 പേരെയും പഠിപ്പിച്ചത്. നിങ്ങൾ ഈ കാണുന്നവരെയൊക്കെ തല്ലാൻ നിങ്ങൾ ആര് കവലച്ചെട്ടമ്പിയോ? ആയിക്കോ, പക്ഷെ എന്റെ മോനെ എങ്ങനെ പന്താടാൻ ഞാൻ വിട്ടുതരില്ല. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. നിങ്ങൾക്കറിയോ അത് വല്ലതും? ഇനി അതൊന്നും നിങ്ങൾ അറിയണ്ട. എനിക്ക് എന്റെ മോനെ വളർത്തണം, അന്തസ്സായിട്ട് തന്നെ. അത് നിങ്ങളോടൊപ്പം കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മോനെയും കൂട്ടി എന്റെ വീട്ടിലേക്ക് പോവാണ്. നിങ്ങൾ ആദ്യം നന്നാവും, എന്നിട്ട് മതി ഇനി ഒരുമിച്ചുള്ള ജീവിതം. മോൻ ചെന്ന് അത്യാവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ. വാ നമുക്ക് പോവാം. ഇത് അവരുടെ കുടുംബകാര്യം. നമ്മൾ അങ്ങനെ അങ്ങ് പോയാലോ? സാറിന്റെ വീടൊക്കെ ഒന്ന് കറങ്ങി കാണിക്കണ്ടേ? നിനക്ക് കിട്ടിയതിൽ ഒരെണ്ണമെങ്കിലും പോയി കൊടടാ, പോയി കൊടുക്ക്.